നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ധനുമാസത്തിലെ തിരുവാതിര മഹാദേവന്റെ, അതായത് ശിവഭഗവാന്റെ ജന്മദിനമായിട്ടാണ് ധനുമാസത്തിലെ തിരുവാതിര എല്ലാവരും ആഘോഷിക്കുന്നത്. കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് തിരുവാതിര വ്രതം, അതായത് തിരുവാതിര നൊയമ്പ് എന്നാണ് പറയുക. മകയിരം നാളിൽ മക്കൾക്ക് വേണ്ടി മക്കളുടെ സൗഭാഗ്യത്തിനായി മകയിരം നാളിൽ ഒരിക്കലുണ്ട് തിരുവാതിര നാളിൽ നൊയമ്പ് നോറ്റ് എല്ലാവിധ സൗഭാഗ്യങ്ങളും വരുത്തുവാനായി സ്ത്രീകൾ തിരുവാതിര വ്രതം എടുക്കുന്നു. രോഹിണി നാളിലാണ് തിരുവാതിരയുടെ വ്രതം ആഘോഷങ്ങൾ തുടങ്ങുന്നത്. രോഹിണി നാളിൽ എട്ടങ്ങാടി, രാത്രിയിൽ എട്ടങ്ങാടി നേദിക്കുക എന്ന് പറയും. 8 അങ്ങാടിക്കിഴങ്ങുകൾ പുഴുങ്ങി അത് അരിഞ്ഞെടുത്തുകൊണ്ട് വൻപയറൊക്കെ വറുത്ത് ചേർത്ത് നിറയെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ശർക്കരപ്പാനിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന എട്ടങ്ങാടിയും തളിർവെറ്റില മുറുക്കി ആ എട്ടങ്ങാടി സേവിച്ചുകൊണ്ട് തളിർവെറ്റില കഴിക്കും. അത് രോഹിണി നാട്. അങ്ങനെ തിരുവാതിരയ്ക്ക് തുടക്കമാവുകയാണ്. ഈ പ്രാവശ്യത്തെ എട്ടങ്ങാടിയുടെ ദിവസം ശരിക്കും രോഹിണി എന്ന് പറയുന്നത് 10-ാം തീയതി കുറച്ചുണ്ടായിരുന്നു. 11-ാം തീയതിയും രോഹിണിയുണ്ട്. 12-ാം തീയതി മകയിരം, 11-ന് മകയിരമുണ്ട്, 12-നും മകയിരമുണ്ട്, 12-ന് തിരുവാതിരയുണ്ട്, 13-ാം തീയതി ഉച്ച വരെ തിരുവാതിര ഉണ്ട്. കാരണം നമ്മുടെ നക്ഷത്രങ്ങളെല്ലാം 60 നാഴികയായതുകൊണ്ട് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരെ ആവണമെന്നില്ല. അതുകൊണ്ട് എട്ടങ്ങാടി ഇന്ന് വൈകുന്നേരം, ഇന്ന് രാത്രിയിൽ മകയിരം കൂടി തുടങ്ങുന്ന അവസരത്തിൽ എല്ലാവർക്കും സേവിക്കാവുന്നതാണ്. ഇനി ഇന്നലെ സേവിച്ചവർക്കും അത് ഗുണം തന്നെയാണ്. തിരുവാതിരയുടെ ഏറ്റവും പ്രധാനം സന്താനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന മകയിരം ഇന്നും ഉച്ചയ്ക്ക് ശേഷം മുതൽ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് മറ്റന്നാൾ ഉച്ചവരെ അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, നല്ലോണം കൂവപ്പൊടി നല്ലോണം കുറുക്കി ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്ത് നെയ്യൊക്കെ ഒഴിച്ച് അലുവ പോലെ ഉണ്ടാക്കി കഴിക്കാം. കൂവ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂവ കാച്ചി കഴിക്കാം. ഇഷ്ടപ്പെട്ട വിഭവം കഴിച്ചുകൊണ്ട് എല്ലാത്തരം കിഴങ്ങ് വർഗ്ഗങ്ങളും പുഴുങ്ങി നല്ല നാളികേരമൊക്കെ ചേർത്ത് പുഴുങ്ങിയിട്ട് ഗോതമ്പ് കഞ്ഞിയോ ചാമക്കഞ്ഞിയോ ഒക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് തിരുവാതിര നൊയമ്പ് നോക്കാം. മകയിരനാൾ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ടാണ് നമ്മൾ വ്രതമെടുക്കുന്നത്. ഈ വ്രതമെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനം മകയിരനാളിൽ, അതായത് ശനിയാഴ്ച ഉച്ച മുതൽ ഞായറാഴ്ച ഉച്ച വരെ മകയിരം നാളാണ്. അപ്പൊ സന്താനങ്ങളുടെ സൽഭക്തിക്ക് വേണ്ടിയിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും സന്തതികൾക്ക് ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് ഉമയെയും മഹേശ്വരനെയും എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വെളുപ്പിനെ പുലർച്ചെ കുളിച്ച് നല്ല ശുദ്ധ ഭക്ഷണം, നല്ല ശുഭ്ര വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തിരുവാതിരയുടെ ഒരു പ്രത്യേകതയാണ് ഇലക്കുറി തൊടുക. 3 വരിയൊക്കെ ആയിട്ട് കുറി തൊട്ട് ഭസ്മവും കുങ്കുമൊക്കെ ഇടകലർത്തിക്ക് ശീലക്കുറിയൊക്കെ ധരിച്ച്, അതുപോലെ തന്നെ രാവിലെ തിരുവാതിരയുടെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്ന പുഴയിലോ കുളത്തിലോ ഒക്കെ തുടുത്തു കുളിക്കുക എന്ന് പറയാം. സ്ത്രീകൾക്ക് വളരെ സന്തോഷമാണ്. പാർവതി ദേവി തൻ്റെ ഭർത്താവിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി തൻ്റെ കുടുംബജീവിതം ഏറ്റവും സന്തോഷപൂർവ്വമായ ദീർഘസുമംഗലിയായി ജീവിക്കുന്നതിന് വേണ്ടി എടുത്ത വ്രതമാണിത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കാടും വീടും മുഴുവൻ ആടി തിമിർത്ത് ദശപുഷ്പമൊക്കെ ചൂടി, അതുപോലെ ദശപുഷ്പം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമാണ്. നമ്മൾ അഷ്ടമംഗല്യത്തിൽ വയ്ക്കുന്നതാണ് ദശപുഷ്പം. കർക്കിടകത്തിൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ദശപുഷ്പം ചൂടും. തിരുവാതിര നാൾ പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്നത്. തിരുവാതിര നാളിൽ ആരും ഉറങ്ങാറില്ല. ഉറങ്ങാതെ പാട്ടും കളികളുമായിട്ട്, അതിപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയിട്ടില്ല എങ്കിൽ അവിടെ പൂത്തിരുവാതിരയാണ്.
ഉത്തരവാതിരയ്ക്ക് ബന്ധുക്കളെയും അടുത്തുള്ള വീടുകളിലേക്ക് സ്ത്രീകളെ വിളിച്ച് തിരുവാതിര കളിയാണ്. ഗണപതിയുടെ പാട്ട് ചൊല്ലി, സരസ്വതിയുടെ പാട്ട് ചൊല്ലി, മറ്റ് ഭഗവാന്റെയൊക്കെ പാട്ടുകളൊക്കെ ചൊല്ലിയിട്ട് തിരുവാതിരൊത്ത് ചുവട് വെച്ച് നൃത്തം ചെയ്യിക്കുന്ന തിരുവാതിര കളി വളരെ വിശേഷമാണ്. പുലർച്ചെ തുടുത്തു കുളിച്ച് ഇലക്കുറിയൊക്കെ ധരിച്ച് കൂവയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നല്ല വിവിധങ്ങളായ കിഴങ്ങുകൾ കൊണ്ട് നല്ല മിഷ്ടാന്നമായ ഭക്ഷണം ഉണ്ടാക്കി, അതും ഗോതമ്പരിയോ അല്ലെങ്കിൽ ചാമരിയുടെ കഞ്ഞിയൊക്കെ കഴിച്ച്, വ്രതം എന്ന് പറഞ്ഞാൽ ഉപവാസത്തോടു കൂടിയുള്ള വ്രതമല്ല, ഇത് ശിവഭഗവാന്റെ പിറന്നാളാണ്. വളരെ ആഘോഷമാണ്, എല്ലായിടത്തും സന്തോഷമാണ്. സന്തോഷത്തോടു കൂടിയിരുന്ന് ശിവകുടുംബത്തെ ധ്യാനിക്കുന്ന ഓം ഹ്രീമാനന്ദേശ്വരായ നമ, ഉമാമഹേശ്വരായ നമ, ശിവപാർവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിവഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ധാരാളം സ്ത്രീകളെല്ലാവരും, പുരുഷന്മാരാർപ്പും കുരവയുമായിട്ട് ഈ തിരുവാതിരയ്ക്ക് നല്ല ആർപ്പ് വിളിക്കുന്നത് പുരുഷന്മാരുടെ ചടങ്ങുകളാണ്. അതുപോലെ ഈ പാതിരാപ്പൂക്കെ ചൂടുമ്പോൾ അവരാണ് താളമേളങ്ങളോടുകൂടി ആർപ്പ് വിളിക്കുന്നത്. തിരുവാതിരയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്നത് പുരുഷന്മാരാണ്. അപ്പൊ പൊതുവെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേരുന്ന ഒരു വലിയ വിശേഷമാണ് തിരുവാതിര. ഞായറാഴ്ച രാത്രിയിലാണ് നമ്മൾ തിരുവാതിര പാതിരാപ്പൂ ചൂടലൊക്കെ വിശേഷമായിട്ട് എടുക്കുന്നത്. ശരിക്കും ശനിയാഴ്ച ഉച്ച മുതൽ മകയിരമൊരിക്കലും അതുപോലെ തന്നെ തിരുവാതിരയ്ക്കുമായി നമ്മൾ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ കഴിക്കും, അരിയാഹാരം കഴിക്കില്ല. ഏറ്റവും കൂടുതൽ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പ്രാർത്ഥനകൾ ചെയ്യും. എല്ലാ ശിവക്ഷേത്രങ്ങളിലും വിശേഷമാണ്. എറണാകുളം മഹാദേവ ക്ഷേത്രത്തിലെ, പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ, പുതുക്കലവട്ട മഹാദേവ ക്ഷേത്രത്തിൽ, വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ, അതായത് ശിവനും പാർവതി സങ്കല്പമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങളുടെ ദിവസമാണ് തിരുവാതിര നാള്. ചിലയിടത്തൊക്കെ പ്രത്യേക പൂജകൾ നെടുമാങ്കല്യം നിലനിർത്തുന്നതിന് തിരുവാതിരയുടെ ദിവസം പ്രത്യേക കാര്യസിദ്ധിയ പൂജകളൊക്കെ തന്നെ ഉണ്ട്. എല്ലാവരും പൂജകളിലൊക്കെ സംഘടിച്ച് രാത്രിയിലെ ലഘുഭക്ഷണം ഉപ്പുമാവും പഴമൊക്കെ കഴിച്ച്, ഉപ്പുമാവോ ഗോതമ്പുമാവോ ഒക്കെ കഴിച്ച് നല്ല തിരുവാതിര ആഘോഷിച്ചതിന് ശേഷം ഈ മുറുക്കൽ, അതായത് തളിർ വെറ്റില 3 കുട്ടി മുറുക്കുന്നത് കൂടി ഇതിൻ്റെ വിശേഷമാണ്. പുകയില സാധാരണ കൂട്ടാറില്ല. വെറ്റിലയും അടയ്ക്കയും അത് ഈ പാക്കൊക്കെ ചേർത്തിട്ട് തിരിച്ചുണ്ടാമൊക്കെ കെട്ടി മുറുക്കുന്നത്, അതായത് ചുണ്ടൊക്കെ ഇങ്ങനെ ചോപ്പിക്കുന്നത്, നാവും ചുണ്ടൊക്കെ ചോപ്പിക്കുന്നതും ഇതിൻ്റെ തിരുവാതിരയുടെ വിശേഷമാണ്. നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് തന്നെ 12-ാം തീയതിയാണ്. നട തുറപ്പ് വിശേഷം എന്ന് പറഞ്ഞാൽ 12 ദിവസം അവിടെ ഭയങ്കര വിശേഷമാണ്. തിരുവാതിര നാളിലാണ് നട തുറക്കുന്നത്. പിന്നെ അങ്ങോട്ട് 12 ദിവസവും വളരെ വിശേഷം തന്നെയാണ്. കാരണം ശിവനും പാർവതിയും ഒരേ ക്ഷേത്രത്തിലായിരുന്നു. പക്ഷെ അമ്മ ഇങ്ങനെ രാത്രി നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ അവിടെ നമ്പൂരി കണ്ടെത്തിയിട്ട് നട തുറന്ന് നോക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അമ്മ കോപിച്ച് വേറൊരു സ്ഥലത്ത് പോയിരുന്നു. പിന്നെ തിരുവാതിര നാളിൽ എല്ലാവരും കൂടി ചെന്ന് ക്ഷമ പറഞ്ഞ് അമ്മ എതിരേറ്റുകൊണ്ട് വരുന്നതാണ്. അപ്പം അന്ന് പറഞ്ഞു 12 ദിവസം മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുകയുള്ളൂ, എനിക്ക് പ്രത്യേക വിശേഷങ്ങളാണ്, ഭയങ്കര വിശേഷമാണ്. കല്യാണാവാത്തവരൊക്കെ അവിടെ പോകും. കാരണം എന്നിട്ട് തിരുവാതിരയ്ക്ക് അവിടെ പറ നിറയ്ക്കലുണ്ട്. വളരെ വളരെ പൂജകളുള്ള ഒരു ക്ഷേത്രമാണ് അത്. തിരുവാതിരയോടന്നാണ് നട തുറക്കുന്നത്. ചെങ്ങന്നൂർ ദേവിമായ ക്ഷേത്രമുണ്ട്, ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ. അവിടെ ദേവിക്ക് തൃപ്പൂത്തൊക്കെയുള്ള വളരെ വിശേഷമുള്ള ക്ഷേത്രത്തിലും തിരുവാതിര വളരെ വിശേഷമാണ്. ശിവക്ഷേത്രത്തിൽ അപ്പൊ എല്ലാവരുടെയും ശിവകുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ നമ്മളും അംഗങ്ങളാണ്. കാരണം പ്രകൃതിയാണ് ശിവനും പാർവതിയും. അപ്പൊ പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ശനി ഞായർ തിങ്കൾ 3 ദിവസം, തിങ്കളാഴ്ച ഉച്ച വരെ ഈ തിരുവാതിരയുടെ ആഘോഷങ്ങൾ ആഘോഷിക്കൂ. എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ കഴിയുന്നവരൊക്കെ പങ്കെടുക്കൂ. പറ്റാത്തവർ മനസ്സുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും, ഇപ്പം വിദേശത്തൊക്കെ ഉള്ളവർക്ക് അവരുടെ നാട്ടിലെ തിരുവാതിര ആഘോഷിച്ചതിൻ്റെ നല്ല ഓർമ്മകൾ അയവിറന്നുകൊണ്ട് മാനസ പൂജയായിട്ട് ഇതൊക്കെ ചെയ്യാം.
വീട്ടിൽ നെയ്വിളക്കോ എണ്ണ വിളക്കോ ഒക്കെ കത്തിച്ചു വെച്ച് ശിവനെയും പാർവതിയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. ശിവപാർവതിമാരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ ദിവസം എല്ലാവരും ഓം ഹ്രീം ആനന്ദേശ്വരായ നമഃ, ഓം ഹ്രീം ആനന്ദേശ്വരായ നമഃ. ശിവകുടുംബത്തെ, ശിവഭഗവാന്റെ മടിത്തട്ടിലിരിക്കുന്ന ഗണപതി ഭഗവാൻ, പാർവതീദേവിയുടെ മടിത്തട്ടിലിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി, 4 പേരും ചേർന്നിരിക്കുന്ന ശിവകുടുംബത്തിന്റെ ചിത്രം വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. സങ്കല്പത്തിൽ മഹാവിഷ്ണുവിൻ്റെയും ശിവഭഗവാന്റെയും പുത്രനായ അയ്യപ്പസ്വാമിയെ കൂടി നമ്മൾ ധ്യാനിക്കുകയാണ്. കാരണം 13-ാം തീയതി നടുമാസം തീരാൻ പോവുകയാണ്. അന്ന് പൗർണമിയും കൂടിയാണ്. അപ്പൊ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ എല്ലാവർക്കും ഈ തിരുവാതിര നാൾ പൂർണ്ണമായ വ്രതം എടുത്തുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഭഗവാനെ കുടുംബത്തെയും വേണ്ടി, നമ്മുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ജഗദീശ്വരൻ നമുക്കെല്ലാവർക്കും ശക്തി നൽകട്ടെ, ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.